ഹായ് ഹലോ ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം. നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത്? ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത്? അവർ എന്താണ് നിങ്ങളിലേക്ക് എടുത്തിട്ടുള്ള തീരുമാനം? ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇവിടെ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ് 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്. ഫൂൾ കാർഡാണ് തേർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. സിക്സ് ഓഫ് പെൻറ്റക്കിൾ, 8 ഓഫ് വാൻഡ്സ്, ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സ് ആണ്. ക്യൂൻ ഓഫ് സ്വാർഡ്സ്, അവരുടെ മനസ്സിലുള്ള ചിന്തകളെ നിങ്ങളിലേക്ക് പ്ലാൻ ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ ഇന്ന് കാർഡ്സിലൂടെ നോക്കാം. അപ്പോൾ ഓരോ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് ഞാൻ പോവാണ്. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് കാർഡ് പറയുന്നത്. ഫ്യൂച്ചർ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ പ്ലാൻ ചെയ്യുന്നു. ഇവിടെ 2 വാണ്ടിനെയാണ് കാണിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മുറുകെ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളുടെ ഓർമ്മകളെ അവർ മുറുകെ പിടിച്ചിരിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അതായത് നിങ്ങളും അവരും സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്, അവസരം. ആ അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ പദ്ധതിയിടാണ് എങ്ങനെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ അവരെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, എന്നാൽ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളെ ചെറിയ രീതിയിൽ ചീറ്റ് ചെയ്തുകൊണ്ട് മാറിപ്പോയിട്ടുള്ളത്. ഇന്ന് തിരിച്ചറിവിൻ്റെ വക്കിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒത്തിരി നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, ഒത്തിരി റീഡിങ്സ് നിങ്ങൾ കാണുന്നുണ്ട്, എന്നാൽ ഇവിടെ മാറ്റമാണ് കാണിക്കുന്നത്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് ആണ്. അവരുടെ ചിന്തകളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആദ്യത്തെ കാർഡിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഒരവസരത്തിനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെങ്കിൽ, സെക്കൻഡ് കാർഡിൽ പറയുന്നത് അവർ മാറിപ്പോയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ റിച്ച് ലൈഫിന് വേണ്ടിയിട്ട്, അവരുടെ കരിയറിന് വേണ്ടിയിട്ട്, അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്. സീക്കിംഗ് സ്റ്റാറ്റസ് എന്നാണ് പറയുന്നത്. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോഴും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ എൻ്റെ പേഴ്സണെ വേണ്ട വെച്ചിട്ട് താൽക്കാലികമായിട്ടും അവരിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് എൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടല്ലേ, എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ. ഇന്ന് ഞാൻ ഒരു ബാലൻസ് ആഗ്രഹിക്കുകയാണ്. കാരണം എത്രയൊക്കെ ഞാൻ നേടിയെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിനെ എൻ്റെ കൺട്രോളിലേക്ക് കിട്ടുന്നില്ല എന്നവർ ചിന്തിക്കുന്ന സമയമായി എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ അലട്ടുന്നു. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹം മനസ്സിലാക്കാതെ പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി യൂണിവേഴ്സ് പറയുന്നു
അവർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം. നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. നമ്മൾ എന്ന് മുതൽ ഹീലാകുന്നു അന്ന് മുതലാണ് നമ്മളിലേക്ക് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധ്യമാകുക. അത് 100% നിങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടലായിരിക്കാം. നമുക്ക് അവരോട് ദേഷ്യം വൈരാഗ്യം ഒന്നും പാടില്ല. നമ്മൾ ഹീലാകും തോറുമാണ് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നത്. നമ്മൾ അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഒത്തിരി പേരുണ്ട് റീഡിംഗ് മാത്രം കണ്ടിട്ട് ഹീലാവാതെ മെഡിറ്റേഷൻ ചെയ്യാതെ പേഴ്സൺ തിരിച്ചു വരുമോ എന്ന് നോക്കുന്നവർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡിലേ വരില്ല. കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാണ്, പേഴ്സണൽ റീഡിംഗ് വന്ന ഒത്തിരി പേർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നത് പോലെ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നവർക്ക് പേഴ്സൻ്റെ തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ട്. വിശ്വാസം മാത്രം പോരാ, നമ്മൾ ചെയ്യുക കൂടി വേണം. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹീലാവണം. ഹീലായി കഴിഞ്ഞാൽ അങ്ങനെയെങ്കിൽ നിങ്ങളിലേക്ക് ഫുൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അഫർമേഷൻ ചെയ്യുക എന്ന് മാത്രമല്ല ഇവിടെ ചെയ്യേണ്ടത്. നമുക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളായിട്ട് വേദനിപ്പിച്ചവരെയൊക്കെ നമ്മൾ ഹീലാക്കി കളയണം. അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മളിലേക്ക് യൂണിവേഴ്സ് എല്ലാം സാധിപ്പിച്ചു തരുന്നേ. ഫുൾ കാർഡ് ഫ്രീഡത്തെയാണ് ഫുൾ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് പറയുന്നത്. എവേക്കനിങ് എന്നാണ് കാർഡ് പറയുന്നത്. തിരിച്ചു വരവ് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് തയ്യാറായിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സോൾ പാത്ത് എന്തെന്ന് മനസ്സിലാക്കി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് വരാണ്. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മാത്രമാണ് ഇവിടെ ആവശ്യമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂടി ചെയ്യണം. അതെ, നിങ്ങളിലേക്ക് ഒരു പുരോഗതിയാണ് കാണിക്കുന്നത്. 6 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. 6 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മുടെ ലൈഫ് പ്രോഗ്രസ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് മാത്രം പോരാ, ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി കൂടി വേണം, അല്ലേ? അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് 6 പെൻഡക്കിൾ നിങ്ങൾക്ക് ചുറ്റും യൂണിവേഴ്സ് തരുന്നുണ്ട്. എന്നാൽ 2 പെൻഡക്കിളാണ് നിങ്ങളുടെ കൈകളിലേക്ക് വീഴുന്നത്. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും യൂണിവേഴ്സ് കൊടുക്കണ്ടേ, പങ്കിട്ട് കൊടുക്കണ്ടേ? അപ്പോൾ 2 വഴികളിലൂടെ, 2 വ്യക്തികളിലൂടെ 2 എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. 2 ദിവസമാവാം, 2 ആഴ്ചയാവാം. നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നു. പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേട്ടമാണ്. കരിയറിലാവാം, നിങ്ങൾ ആഗ്രഹിച്ച പ്രോഗ്രസ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിനോടൊപ്പം നിങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി ഇന്നത്തെ എനർജിയാണ്. 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നൊരു കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ യൂണിവേഴ്സ്, എൻ്റെ പ്രപഞ്ചമേ, എനിക്കിതുവരെയും തന്നിട്ടില്ല എല്ലാ നന്മകൾക്കും, എല്ലാ അബണ്ടൻസിനും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും എന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ആഗ്രഹിച്ച ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നിലേക്ക് തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കും. നിങ്ങളുടെ എനർജി തന്നെയാണ് 8 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. 8ൻ്റെ എനർജിയാണ് ഇവിടെ സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുന്നു. ഇവിടെ 8 ആഗ്രഹങ്ങളെയാണ് കാണിക്കുന്നത്, 8 ആവശ്യങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് അപ്കമിങ് പോസിറ്റീവ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തൊട്ടു മുന്നത്തെ കാർഡ് 6ൻ്റെ എനർജി ആണെങ്കിൽ ഇവിടെ 8ൻ്റെ എനർജിയാണ്. ഒരാഴ്ചക്കുള്ളിൽ പ്രതീക്ഷിക്കാം. ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് തരാണ്.
2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിലേക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിച്ചൊരു പുരോഗതി വരുന്നുണ്ടെങ്കിൽ, അബഡൻസ് വരുന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ആക്ഷനെയാണ് കാണിക്കുന്നത്, ഒരു പ്രോഗ്രസ്സിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. 8 ആഗ്രഹങ്ങളിൽ ഓരോന്നായിട്ട് നിങ്ങൾ സാധിപ്പിച്ചെടുക്കുന്ന സാഹചര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നല്ലൊരു സാഹചര്യം ഒരുക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ചുറ്റും നെഗറ്റീവ് എനർജീസ് ഉണ്ട്, വ്യക്തികളുണ്ട്. നിങ്ങൾക്കൊരു ഡിലേ വരികയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെയാണ് അവിടെ മാറ്റേണ്ടത്. ആ ഒരു വ്യക്തികളെയാണ് ഒരു കൈയകലം വെക്കേണ്ടത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരും. നമ്മൾക്കുള്ള പോസിറ്റീവ് എനർജി എന്താണെന്ന് തിരിച്ചറിവ് നമ്മളിലേക്ക് തരും. ഒരു വ്യക്തി നമ്മളിലേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തി നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള തിരിച്ചറിവ് നമ്മളിലേക്ക് തരും. നമ്മളുടെ എനർജി ലോസ് ആയി പോകുന്നുണ്ട്, ഡൗൺ ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നെഗറ്റീവ് എനർജിയാണ് എന്ന് ചിന്തിക്കുക. ഒരു കയ്യകലം വെക്കാനായിട്ട് ശ്രമിക്കുക. അവരെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നല്ല പറയുന്നേ, ഒരു കയ്യകലം. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് പെരുമാറുക, സമാധാനത്തിൽ സംസാരിക്കുക. നെഗറ്റീവ് എനർജിയെ, നെഗറ്റീവ് വ്യക്തികളെ നമ്മളിൽ നിന്നും ഒരു കയ്യകലം വെക്കുക. നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇന്നു മുതൽ യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള പോസിറ്റീവിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് പുരോഗതി തന്നെയാണ്. നെഗറ്റീവിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു പവർ തരും. ഓക്കെ, ക്യൂൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. നിങ്ങൾക്ക് വരുന്ന ആ ഒരു കറേജിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒരു തോട്ട് ലീഡറാണ് യൂണിവേഴ്സ് പറയുകയാണ്. ഇന്ന് ഈ നിമിഷം നിങ്ങൾ റീഡിംഗ് കാണുന്ന നിമിഷം തന്നെ നിങ്ങളിലേക്ക് അനുഗ്രഹമാണ് വരാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങളെന്ന് പറയുന്നു. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വൈസ് ലീഡറെ പോലെയാണ്. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് യൂണിവേഴ്സ് പറയാണ്. ആ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യാനായിട്ട് മറ്റുള്ള വ്യക്തികളുണ്ട് എങ്കിൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ആരൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത്, ആരൊക്കെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. നിങ്ങളൊരു സത്യം അന്വേഷിക്കുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. സീക്കിംഗ് ട്രൂത്ത് എന്നാണ് കാർഡ് പറയുന്നത്. ഏതൊരു കാര്യത്തിലും ഡയറക്റ്റായിട്ട് സംസാരിക്കുവാനും മറ്റുള്ളവരോട് നേരെ വാ നേരെ പോ എന്നുള്ള ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി മറ്റുള്ള എനർജീസ് തടസ്സം നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിജയം തന്നെയാണ്. എന്നാൽ എല്ലാവരുടെ ശത്രുതയും സ്വീകരിച്ചു വെക്കരുത്. ഓക്കെ, എല്ലാവരും നമുക്ക് നന്മ ചെയ്യുന്നവരല്ല എന്ന് തിരിച്ചറിയണം. ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അന്വേഷിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിങ്ങളെ യൂണിവേഴ്സ് കാണുന്നുണ്ട്, നിങ്ങളിലേക്ക് ഒരു സത്യം അറിയാൻ പോകുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം എന്നും കാർഡ് പറയുന്നു. ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതും റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. മിസ്കമ്മ്യൂണിക്കേഷനെയാണ് കാർഡ് പറയുന്നത്. അവരായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിനെ ഇവിടെ കാണിക്കുന്നു. ഇവിടെ അവർ തന്നെയാണ് ഈ ഒരു പ്രണയത്തിലെ നഷ്ടങ്ങൾ വരുത്തിയതെന്ന് അവർ തിരിച്ചറിയുന്നു. ഇവിടെ എല്ലാ കാര്യത്തിനും ഡിലേ വന്നിട്ടുള്ളത് അവരുടെ പിടിവാശിയാണ്, അവരുടെ ചിന്തയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം പ്രശ്നം എത്തിച്ചത് നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. ഇവിടെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർ നിങ്ങളോട് കറക്റ്റായിട്ട് പറയും അവർ ചെയ്ത തെറ്റ്, അതിലവർക്ക് റിഗ്രറ്റ് ഉണ്ടെന്ന് പറയും. അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്.
അവർ തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ വിള്ളൽ വരുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഓറക്കൽ ഡെക്കാണ് എടുക്കുന്നത്. അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തിൽ നമ്മൾ ടാരോ കാർഡിലൂടെ നോക്കി. നമുക്കിനി ഓറക്കൽ ഡെക്കിലൂടെ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ, അവർക്ക് വാക്കുകളായിട്ട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഹീലാവുക, മെഡിറ്റേഷൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ചെയ്തു നോക്കൂ. പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചെയ്തു നോക്കൂ കേട്ടോ. സോൾ സെർച്ചിങ് ഇന്ന് രാവിലെ കിട്ടിയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ബേണിംഗ് ബ്രൈറ്റ് ഇതും കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ എനർജിയാണ് കേട്ടോ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ലുക്കിംഗ് ബാക്ക്, ഒന്നും പറയാനില്ല. സെയിം കാർഡ്സ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ബ്ലൂംസ്, entering bond, calmer water, radiant love, വീണ്ടും രാവിലത്തെ സെയിം കാർഡ് കിട്ടിയിട്ടുണ്ട്. ടൈം ഹീൽസ്. യൂണിവേഴ്സ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് തരുള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ കിട്ടിയിട്ടില്ല. ഞാൻ അധികം കാർഡ് എടുക്കാൻ പറ്റില്ലല്ലോ റീൽസിൽ, നമുക്ക് ഉണ്ടല്ലോ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് 4 കാർഡ് എടുത്തിട്ടുള്ളത്. ആ 4 കാർഡും ഇന്ന് കയറി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, യൂണിവേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ഇന്നത്തെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ കാർഡ് കണ്ടോ, സോൾ സെർച്ചിങ്, നീഡിങ് ടു വർക്ക് ഓൺ സം പേഴ്സണൽ ഇഷ്യൂസ് ഫസ്റ്റ്. നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നത് ആദ്യം ചില വ്യക്തിപരമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ്. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനാണ്. ടാരോ കാർഡിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ റിച്ച് ലൈഫിന് വേണ്ടിയിട്ട്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന കാർഡ്സ് തന്നെയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവരുടെ സോൾ പർപ്പസ്, അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവർ മാറിപ്പോയിട്ടുള്ളതെന്ന് അവർ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യത്തെയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ പോകുന്ന കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്, അല്ലേ? അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരട്ടെ അല്ലേ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങനെ തളർന്നിരുന്നാൽ, നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും വരില്ല, ഒരു പ്രോഗ്രസ്സും വരില്ല. നമ്മൾ കരുതുവേ നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളയാണ്, ഇതാണ് ലോകം, ഈ ഒരു വ്യക്തി മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ അവിടെ നിന്നൊന്നു മാറി ചിന്തിക്കുക, ആ കിണറ്റിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരിക. പുറം ലോകമുണ്ട്, സാധ്യതകളുണ്ട്, നമുക്ക് ജീവിതമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് യൂണിവേഴ്സ് പറയാണ്. അവരവരുടെ പ്രോഗ്രസ് ആണ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ളതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ് കണ്ടുകൂടാ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ വരട്ടെ. അതുവരെ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നോക്കേണ്ടത്. അറിഞ്ഞുകൊണ്ട് ഈ ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ലൈഫിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സന്തോഷകരമായൊരു ജീവിതമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പറഞ്ഞെന്നുള്ളൂ, നിങ്ങളുടെയാണ് ജീവിതം. ബേണിംഗ് ബ്രൈറ്റ്, സ്റ്റോക്ക് പേഷ്യൻ ടു കീപ് ദി ഫ്ലെയിം ഓഫ് ലവ് അലൈവ്. സ്നേഹത്തിൻ്റെ ജ്വാല നിലർത്താനേ സ്റ്റോക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളെങ്ങനെയാണോ ഇവിടെ അവരെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ മനസ്സിലും നിങ്ങളോടുള്ള സ്നേഹത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരാണ്. ഇവിടെ ഇൻറ്റിമസിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റിമസി, ആ ഒരു സ്പാർക്ക് അവരിൽ
എപ്പോഴും ഉണ്ട് എന്ന് പറയാണ്. ലുക്കിംഗ് ബാക്ക്, മിസ്സിംഗ് ദി മൊമെന്റ്സ് യു ഷെയർഡ് ടുഗദർ. നിങ്ങൾ ഒരുമിച്ച് പങ്കിട്ടുള്ള നിമിഷങ്ങൾ അവർക്ക് നഷ്ടമായി എന്നവർ തിരിച്ചറിയുന്നു. നിങ്ങളെ അവർ ഓർക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവർ അത്രയേറെ സന്തോഷിച്ചിരുന്നത് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നൊസ്റ്റാൾജിക് എനർജിയാണ്, റിഫ്ലക്ഷനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓർക്കട്ടെ അല്ലേ, ഒത്തിരി നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയിട്ടില്ലേ? ഇന്ന് അവർ തിരിച്ചറിയട്ടെ, നിങ്ങളുടെ സ്നേഹം എന്നും തിരിച്ചറിയട്ടെ. തിരിച്ചറിവ് വന്നുകൊണ്ടാണ് നിങ്ങളിലേക്ക് അവർ എത്തേണ്ടത്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് അവരെത്തേണ്ടത്, അല്ലേ? ലവ് ബ്ലൂംസ്, എ റൊമാൻസ് ബ്ലൂംസ് ഇൻ ടു ഫുൾ ബ്ലൗൺ ഫീലിങ്സ്. നിറഞ്ഞു തുളുമ്പുന്ന വികാരം, അവിടേക്കൊരു പ്രണയത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് അവർക്ക് നിറഞ്ഞു തുളുമ്പുന്നത് ആ ഒരു ഫീലിങ്സ്. ഇവിടെ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയപ്പോഴേ അവർക്ക് ആ ഫീലിങ്സ് മനസ്സിലായിട്ടില്ല. നമ്മളെ നഷ്ടപ്പെടുമ്പോഴാണ് അവർക്ക് ആ ഫീലിങ്സ് മനസ്സിലായതെന്ന് യൂണിവേഴ്സോട് പറയുകയാണ്. ഇപ്പോൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്, ആ ഒരു ഫീലിങ്സ് അവരിലേക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സൗന്ദര്യം അവർ തിരിച്ചറിയുന്നു. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആകാര ഭംഗിയല്ല അവിടെ ഉദ്ദേശിക്കുന്നേ. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, അതൊക്കെ തന്നെയാണ് ഇവിടെ ബ്യൂട്ടി ആയിട്ട് കാണുന്നത്. അപ്പോൾ പോസിബിൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സാധ്യത തന്നെയാണ്, അത്രയേറെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. എൻട്രിങ് ബോണ്ട്, പുട്ട് യുവർ ഫാമിലി ഫസ്റ്റ് ആൻഡ് സ്പെൻഡ് ടൈം ടുഗദർ. ഇത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിന് പ്രഥമ സ്ഥാനം നൽകിയിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ യൂണിവേഴ്സ് പറയാണ്. കാരണം നിങ്ങളുടെ പേഴ്സണെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന ഫാമിലിയെ കാണുന്നില്ല. അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ അവരുടെ കൂടെ ചെലവഴിച്ച നിമിഷങ്ങളൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിക്കുക. അവർക്കായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കുക. പേഴ്സണെ കുറിച്ച് ചിന്തിച്ചോളൂ. അതിന് ഒരു സമയം കണ്ടെത്തുക ഫാമിലിക്ക്. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവർ മാത്രമേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. പ്രയോറിറ്റി കൊടുക്കേണ്ടവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും കൊടുക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുക. കേട്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടെന്നേ. നിങ്ങളെ സ്നേഹിക്കുന്ന എനർജീസ് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ പ്രാധാന്യം നിങ്ങളുടെ പേഴ്സണ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല എന്ന് യൂണിവേഴ്സ് പറയാണ്. ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, ആരൊക്കെ നമ്മുടെ കൂടെയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ യൂണിവേഴ്സ് പറയുകയാണ്. നമ്മളിലേക്ക് നമ്മുടെ പേഴ്സൺ വരുമ്പോഴേ അവരൊന്നും ഒഴിവാക്കരുത് കേട്ടോ. ഇവിടെ കാമ വാട്ടേഴ്സ്, ഗെറ്റിംഗ് റീഡ് ഓഫ് അപ്ഹെവൽ ആൻഡ് ലിവിങ് ദ ഡ്രാമ ബിഹൈൻഡ്. ഇവിടെ അസ്വസ്ഥതകളിൽ നിന്ന് പിൻവാങ്ങുന്നു, മുക്തി നേടുന്നു എന്നാണ് പറയുന്നത്. ഒരു ഡ്രാമയെ കാണിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഡ്രാമ എന്ന് പറയുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോഴേ അവർ കുറച്ച് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ കുറച്ചൊക്കെ കള്ളങ്ങൾ ഉണ്ടാവാം. നമുക്കറിയാലോ അവരെന്തിനാ മാറിപ്പോയിട്ടില്ലെന്ന്. അപ്പോൾ അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്കത് അസ്വസ്ഥതയായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ പ്രക്ഷോഭം വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമൊക്കെ വരാം. അപ്പോൾ ചില രീതിയിൽ ഒരു ഡ്രാമയൊക്കെ അവിടെ കാണാം. കരയുകയോ അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ തന്നെയാണ് അവിടെ തീരുമാനമെടുക്കുന്നത്. വലിയ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ പറയുന്ന കുഞ്ഞു കുഞ്ഞു കള്ളങ്ങളാണെങ്കിൽ പോലും മനസ്സിലാക്കിയിട്ട് പെരുമാറുക. ഓക്കെ, ടൈം ഹീൽസ്, ബി പേഷ്യൻറ്റ് ആൻഡ് ഗിവ് ടൈം എ ചാൻസ് ടു വർക്ക് ഇറ്റ്സ് മാജിക്. ക്ഷമയോടെ ഇരിക്കാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. സമയത്തിന് നിങ്ങളിലേക്കൊരു മാജിക് എനർജി ഉണ്ടാകുന്നുണ്ട്. അത് പ്രവർത്തിക്കാനായിട്ട് ഒരവസരം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ധൃതി പിടിക്കരുത്.
എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെ തിരിച്ചറിയാതെ, നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയാതെ അവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചറിവ് അവർ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുന്നൊരു കാലയളവുണ്ട്. ഒരു ബാഡ് കർമ്മ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പം അത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ധൃതി പിടിക്കേണ്ട, സമയമെടുത്ത് നിങ്ങളിലേക്ക് എത്തുന്നൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് എൻഡ് വരെ വേണമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അല്ലേ? അപ്പോൾ തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കൽ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെടുക്കുന്ന തീരുമാനത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത് ആ ഒരു കാര്യത്തെ നിങ്ങളുടെ മനസ്സിനെ ഹീലാക്കിക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഓക്കെ, റീഡിങ് നിർത്തട്ടെ. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.